ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ വർഷത്തിലെ ക്രിസ്മസ് എല്ലാം നാം ആഘോഷിച്ചു കഴിഞ്ഞു. 2025 പുതിയ വർഷത്തിന് വേണ്ടി ഒരുങ്ങുന്ന നാം എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 7-ാം അധ്യായം 36-ാം തിരുവചനം. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെക്കുറിച്ച് ഓർക്കുക, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ഓരോ വർഷവും കഴിയുമ്പോഴും ഓരോ ദിവസവും കഴിയുമ്പോഴും ഈ ഭൂമിയിലുള്ള നമ്മളുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയും നിത്യതയിലേക്ക് നമ്മൾ കാലുകുത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആ നിത്യജീവനെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും നാം ഓർക്കുകയാണെങ്കിൽ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും. നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഭൂമിയിലേക്ക് വളരെ കുറച്ച് നാളത്തേക്ക് ദൈവം നമ്മളെ അയച്ചിട്ടുള്ളൂ. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരായി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആ സ്വർഗരാജ്യത്തിലേക്ക് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കുവാൻ, സ്വർഗരാജ്യത്തിലെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി കൂടുതൽ സമ്പാദിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്സുകരായിത്തീരാം. ഈ ഭൂമിയിലെ പൂഴി കൊണ്ട് ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിക്കുകയും ആ ദൈവത്വം വഹിക്കുന്ന ആത്മാവിനെ ദൈവം നമ്മിൽ നിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവനുള്ളവരായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ നാം കാണുന്നുണ്ട്, ഈ ശരീരത്തിന് വേണ്ട ഭക്ഷണം നാം കഴിച്ച് ആ ഭക്ഷണം നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. എന്നാൽ ആത്മാവിൻ്റെ വേണ്ട ഭക്ഷണമായ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലെ ദൈവവചനവും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായ പരിശുദ്ധ കുർബാനയും നാം സ്വീകരിക്കുന്നതിലൂടെ അവ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയല്ല ചെയ്യുന്നത്, മറിച്ച് നാം ആ പരിശുദ്ധ കുർബാനയും ദൈവവചനവും സ്വീകരിക്കുന്നതിലൂടെ ആ ദൈവീക സ്വഭാവത്തിലെ ദൈവീക ശരീരത്തിലെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ് ചെയ്യുന്നത്. നാം കണ്ടു, ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു, എന്നാൽ ആത്മീയ ഭക്ഷണം നമ്മളെ ദൈവത്തിൻ്റെ ശരീരമാക്കി മാറ്റുന്നു. ആ ദൈവീക സ്വഭാവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ആ വിശുദ്ധ കുർബാനയും ദൈവവചനവും സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ആത്മാവ് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതാണ് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നത്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഓരോ ദിവസവും നാം ഈശോയിലോട്ട് അടുക്കും തോറും, ആ ദൈവീക ഭക്ഷണങ്ങൾ കഴിക്കും തോറും നമ്മുടെ ശരീരം മഹത്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ന്യൂ ഇയറിൽ പക്വത പ്രാപിച്ചവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ആയിരിക്കാൻ ശ്രമിക്കാം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൽ 11 മുതൽ 14 വരെയുള്ള തിരുവചനത്തിലൂടെ വലിയൊരു ആത്മീയ രഹസ്യം നമ്മോട് പറയുകയാണ്. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അവയെല്ലാം വിശുദ്ധീകരിക്കുക വിഷമമാണ്. ഇതിനെതിരെ നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും ഈ ആത്മീയ ജീവിതത്തിൽ പാല് കുടിക്കേണ്ട പ്രായം കഴിഞ്ഞു. കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ഏതാണ് പാല് കുടിക്കേണ്ട പ്രായം, ഏതാണ് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ട പ്രായം? നമ്മളുടെ ചെറുപ്പകാലത്ത് നാം ജനിച്ചു വീഴുമ്പോഴാണ് പാല് കുടിക്കേണ്ട പ്രായം.
പ്രായമാകും തോറും നമ്മൾ കട്ടിയുള്ള ഭക്ഷണം കഴിക്കും. എന്നാൽ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളിപ്പോഴും പാല് കുടിച്ച് കഴിയുന്ന പ്രായമാണോ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ചോദിക്കുകയാണ്. 1 കൊരിന്തോസ് 3-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ ഹെഡിങ് തന്നെ പക്വത പ്രാപിക്കാത്തവർ എന്നാണ്. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഞാൻ പാല് തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെയാണ്. നമ്മോട് പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ ആത്മീയമായി വളർത്തിയ ആത്മീയ പിതാക്കന്മാരും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ജഡീകരും സാധാരണക്കാരും നമ്മളിൽ പാപം നിലനിൽക്കുമ്പോൾ നമ്മൾ പക്വതയില്ലാത്തവരായിട്ട് മാറുകയാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, എന്നാൽ ഇപ്പോഴും നിങ്ങൾ ജഡീക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമാണ്. അപ്പം നമ്മളുടെ ഇടയിൽ അസൂയ, തർക്കം, പരാതി എന്നിവേണ്ട പാപങ്ങൾ ഇവയെല്ലാം നിലനിൽക്കുമ്പോൾ നമ്മൾ ജഡീകരാണ്, നമ്മൾ സാധാരണക്കാരാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ഉയർത്തി ദൈവരാജ്യത്തിലേക്ക്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുവാനായിട്ടാണ് ഈ ദൈവവചനങ്ങളും പരിശുദ്ധ കുർബാനയും എല്ലാം തന്ന് ദൈവം നമ്മളെ ശക്തരാക്കാനായിട്ട് ആ പക്വത പ്രാപിച്ചവരുടെ ഗണത്തിലേക്ക് ആയിരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിലൂടെ വിശുദ്ധ പത്രോസ്ലീഹ നമ്മോട് പറയുകയാണ്, നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. എപ്പോഴാണ് ആ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടത്? രക്ഷയിലേക്ക് വളർന്നു വരുന്നത് എപ്പോഴാണ്? നമ്മളെല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും എന്നുവേണ്ട പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് ആ പക്വത പ്രാപിച്ചവരുടെ ഗണത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് ഈ ന്യൂ ഇയറിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മളുടെ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം, ആ പാപത്തിൽ നിന്നെല്ലാം നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട് പക്വത പ്രാപിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് നമുക്ക് എത്താം. അതാണ് ദൈവം നമ്മളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നത് പോലെ, പാല് കുടിച്ച് ജീവിക്കുന്നവർ നീതിയുടെ വചനം വിവേചിക്കാൻ വൈകത്യമില്ലാത്തവരാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. ഇവിടെ പറയാണ്, കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അപ്പം ദൈവരാജ്യത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് വിളിച്ച് തന്നോട് അടുപ്പിച്ച ശേഷം പക്വത പ്രാപിച്ചവരുടെ ഭക്ഷണമാണ്, കട്ടിയുള്ള ഭക്ഷണമാണ് അവർക്ക് നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വചനത്തിൽ പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ, അതേ പുറമെയുള്ളവർക്കാവട്ടെ, പാപത്തിൽ ജീവിക്കുന്നവർക്കാകട്ടെ, അതായത് ജഡീക മനുഷ്യനായിട്ട് ജീവിക്കുന്നവർക്ക് അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണം എന്താണ്? ഉപമകളാണ്. അപ്പം ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനായിട്ടാണ്. അതായത് പക്വത ലഭിച്ചവരുടെ ഭക്ഷണമായ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുവാനായിട്ടാണ്. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനത്തിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മളോട് ആ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവും അല്ല. പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ അത് ലൗകിക വിജ്ഞാനമല്ല. എന്നിട്ട് പറയാണ്, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. രഹസ്യമാണ്, നിഗൂഢമാണ് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പറയുന്നത്, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായവ ഞാൻ പ്രഖ്യാപിക്കും എന്ന പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നപ്പോൾ ലോകസ്ഥാപനം മുതൽ നിഗൂഢമായ രഹസ്യം എന്താണ്? അതാണ് നമ്മുടെ കർത്താവായ ഈശോയുടെ
മനുഷ്യാവതാരവും അവിടുത്തെ പെസഹ രഹസ്യവും അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോഴേ ദൈവം ആദ്യത്തെ സുവിശേഷമായ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വചനം ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന ആ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആ രഹസ്യം വെളിപ്പെടുകയാണ്. നാം ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ മനുഷ്യാവതാരമായ ആ മഹാരഹസ്യമായ ക്രിസ്മസ് നാം ആഘോഷിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കുവാൻ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ആ ഒരു വിശുദ്ധമായ കൈമാറ്റം, സേക്രഡ് എക്സ്ചേഞ്ച് അവിടെ നടക്കുകയാണ്. ദൈവം മനുഷ്യത്വം സ്വീകരിച്ചു, മനുഷ്യനെ ദൈവത്വം സ്വീകരിക്കുവാൻ വേണ്ടി ആ വിശുദ്ധമായ ഒരു കൈമാറ്റം നാം സ്വീകരിച്ചു. അവിടുന്ന് അവിടുത്തെ വചനം മാംസമായി മനുഷ്യനായി തീരുകയാണ്. ഈ രഹസ്യമായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് നിഗൂഢമായിരുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 16-ാം അധ്യായം 26 മുതലുള്ള തിരുവചനത്തിലൂടെ പറയുന്നത്, എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരിക്കുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങളുടെ ഇടയിലും അറിയപ്പെട്ടിരിക്കുകയാണ്. എന്താണ് യുഗയുഗങ്ങളായി നിഗൂഢമായ രഹസ്യം? ഈ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി പക്വത പ്രാപിച്ചവരാകാൻ, ആ കട്ടിയുള്ള ഭക്ഷണം സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഓരോ ആത്മാവിൻ്റെയും അവകാശമാണ് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക, ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തപ്പെടുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷകരമായ ആ സമയം എന്ന് പറഞ്ഞാൽ ആത്മാവ് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണ്, യുഗയുഗങ്ങളായി നിഗൂഢമായിരിക്കുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. അപ്പം ആ പ്രവാചകന്മാരുടെ ലിഖിതങ്ങളിൽ, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവീക രഹസ്യങ്ങളുടെ അടിത്തറയിലേക്ക്, ആ അകത്തേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് സങ്കീർത്തനം 119-ാം അധ്യായം 130-ാം തിരുവചനത്തിൽ പറയുന്നത്, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഓരോ ദൈവവചനത്തിലേക്കും നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അനേക ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിപ്പെടുന്ന ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ദൈവദൂതന്മാർ എത്തി നോക്കുകയാണ് ചെയ്യുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ. കാരണം മാലാഖമാർക്ക് കിട്ടാത്ത വലിയ രഹസ്യങ്ങളാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ളവരെ പോലെ ആകാതെ അസൂയയും തർക്കവും കോപവും കലഹവും എല്ലാം വിട്ട് ദൈവരാജ്യത്തിലേക്ക് രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആ ആത്മാവിന് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ എല്ലാം കണ്ടെത്താൻ സാധിക്കും. ആ ദൈവീക രഹസ്യങ്ങൾ ഓരോന്നും കണ്ടെത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഏറ്റവും വലിയ രഹസ്യമായ നമ്മുടെ കർത്താവ് ആ പുൽത്തൊട്ടിയിൽ കിടന്ന ഈശോ വളർന്നത് എവിടെയാണ്? ആ കുരിശിലാണ് അവിടുന്ന് വളർന്നത്. ആ കുരിശിലെ രഹസ്യമായിരുന്നു ഏറ്റവും വലിയ രഹസ്യം. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീരുന്ന ഓരോ വ്യക്തിയുടെയും ദൗത്യം എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 52-ാം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ തുടർന്നു, ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ.
സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് തൻ്റെ നിക്ഷേപത്തിൽ നിന്ന്, നമ്മുടെ നിക്ഷേപം എന്താണ്? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പുതിയ പുതിയ ദൈവിക രഹസ്യങ്ങൾ, പഴയ നിയമത്തിലെ ദൈവിക രഹസ്യങ്ങൾ, ഇവയെല്ലാം കണ്ടെത്തി എന്താണ് ആ ദൈവിക രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 2-3 തിരുവചനത്തിൽ പറയുന്നത് പോലെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. എല്ലാ ദൈവിക രഹസ്യങ്ങളും, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എല്ലാ നിഗൂഢ നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോയിലാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 6 മുതലുള്ള തിരുവചനത്തിൽ ഈ പർവ്വതത്തിൽ സർവ്വജനങ്ങൾക്ക് വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മച്ചിയും കൊഴുപ്പ് മുറ്റിയതും വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്ന്? മജ്ജയുള്ളതാണ്, കൊഴുപ്പ് മുറ്റിയതും വിഭവങ്ങളുമായ മേൽത്തരം വിരുന്ന്. അവിടുത്തെ പീഡാസഹനത്തിലൂടെ ആ പരിശുദ്ധ കുർബാന നമുക്ക് തരികയാണ്. ഈ മേൽത്തരം വീഞ്ഞുകൾ, ഈ മേൽത്തരം വിഭവങ്ങൾ നമുക്ക് ഭക്ഷിച്ച് നമ്മുടെ ആത്മാവിനെ കൊഴുപ്പുള്ളതാക്കി തീർക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 2 വൃക്ഷത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും മറ്റേത് ജീവൻ്റെ വൃക്ഷവും. എന്നാൽ നമ്മുടെ ആദി മാതാപിതാക്കന്മാർ സത്താൻ്റെ സഹായത്തോടെ ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി പറിച്ചു തിന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-24 വരെയുള്ള തിരുവചനത്തിലൂടെ ആ മനുഷ്യൻ വീണ്ടും ആ അമർത്തതയുടെ കനി ഭക്ഷിക്കുമായിട്ട് ആ എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും സ്ഥാപിച്ചുകൊണ്ട് കെരൂബുകളെ കാവൽ നിർത്തുകയാണ് ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള ആ കനിയെ തൊടാതിരിക്കാൻ വേണ്ടി. എന്താണ് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി? ജീവൻ്റെ വൃക്ഷത്തിൻ്റെ കനി കായ്ക്കുന്നത് യഥാർത്ഥത്തിൽ ആ കാൽവരി മലയിൽ കുരിശുമരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരമായിരുന്നു. പരിശുദ്ധ കുർബാന നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ അമർത്യമായി തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഭൂമിയിലെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വീകരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവുമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് 23 മുതലുള്ള തിരുവചനത്തിൽ മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടത്? കുരിശിലാണ് കർത്താവ് മഹത്വപ്പെട്ടത്. ഈ ശരീരം ഇല്ലാതായി തീർന്നു കഴിഞ്ഞപ്പോഴാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വീകരണം എപ്പോഴാണ്? മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് പേരും പെരുമയും ധനവും ആദരവും എല്ലാം കിട്ടുമ്പോൾ നമ്മൾ മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലെ മഹത്വീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ദുഷിക്കുമ്പോൾ, നമ്മൾ അപമാനിതരാകുമ്പോൾ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ, അവിടെ നമ്മൾ എളിമപ്പെടുമ്പോൾ ദൈവരാജ്യം മഹത്വപ്പെടുകയാണ്. നമ്മൾ ദൈവരാജ്യത്തിൽ മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ശരീരം, ഈ ഭൂമിയിൽ നമുക്ക് എന്താണോ ഭൂമിയിലെ മഹത്വം, അത് അഴിഞ്ഞു കഴിയുമ്പോഴാണ്, അതില്ലാതായി തീരുമ്പോഴാണ്, നമ്മൾ അപമാനിതരാകുമ്പോഴാണ് കർത്താവ് നമ്മളിൽ ഓരോരുത്തരിലും മഹത്വപ്പെടുന്നത്. സ്വർഗരാജ്യത്തിൽ നമ്മൾ മഹത്വം പ്രാപിക്കുന്നത്. ഇവിടെ പറയുകയാണ്, യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി. കർത്താവ് മഹത്വപ്പെട്ടത് എവിടെയാണ്? കുരിശിൽ 3 ആണികളാൽ നഗ്നനായി തറയ്ക്കപ്പെടുമ്പോഴാണ് അവിടുന്ന് മഹത്വപ്പെട്ടത്. ആ ദൈവിക സാന്നിധ്യവും അവിടുത്തെ എടുത്തു കളഞ്ഞപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അപ്പം ദൈവിക സാന്നിധ്യവും നഷ്ടപ്പെട്ട് അവിടുന്ന് പൂർണ്ണമായി ഇല്ലാതായി തീർന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവരാജ്യം സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ മഹത്വം എന്താണ്?
നമ്മൾ അഴിഞ്ഞ് ഇല്ലാതായിത്തീരണം. യോഹന്നാൻ്റെ സുവിശേഷം 3-30 തിരുവചനത്തിൽ അതാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. നമ്മളിലെ ഞാനെന്ന ഭാവം, നമ്മളിലെ പാപങ്ങൾ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും മഹത്വീകരിക്കപ്പെട്ട ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതാണ് 2 കൊറിന്തോസ് 3-18 തിരുവചനത്തിൽ പറയുന്നത്. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരുന്നു, അഥവാ ഗ്ലോറിയസ് ബോഡിയായിരുന്നു. പാപം വന്നു കഴിഞ്ഞപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ശരീരം ഇല്ലാതായിത്തീർന്നു. നമ്മൾ ഓരോരുത്തരും ഈ പാപത്തെ ഉപേക്ഷിച്ച് നിത്യജീവനിലേക്ക് ഓരോ പടി നമ്മൾ കടക്കുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും കഴിയുമ്പോൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ദൈവമഹത്വത്തിൽ പങ്കാളികളാകാൻ വേണ്ടി, ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി പക്വതയുള്ള മനുഷ്യരായി തീരാം. കട്ടിയുള്ള ഭക്ഷണം കഴിക്കാം. നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ എടുക്കുമ്പോൾ നമ്മൾ ആത്മീയ ശക്തരായിട്ട് മാറുകയാണ്. ആട്ടുസൂപ്പ് കുടിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് സഹനങ്ങൾ സന്തോഷത്തോടെ എടുക്കുന്നത്. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-10 വരെയുള്ള വചനത്തിൽ ആ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞിട്ട് അവിടെ എല്ലാം പറയുന്നുണ്ട്. അവന് മനുഷ്യനൊന്നും നോക്കാനാവാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. എല്ലാവരും കർത്താവിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ആ സഹനങ്ങളെ കർത്താവ് എടുക്കുമ്പോഴവിടെ പറയുന്നുണ്ട്, ശക്തന്മാരോടുകൂടി അവൻ കൊള്ളം മുതൽ പങ്കിടും. ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ ആ കൊള്ളം മുതൽ എപ്പോഴാണ് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്? നമ്മൾ സഹിച്ച് വരുമ്പോൾ, ആ സഹനങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആത്മീയ സമ്പന്നരായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ സഹനങ്ങൾ രോഗങ്ങളായിരിക്കാം, കൂടെ നിൽക്കുന്നവർ നമ്മളെ എതിർക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പീഡകളായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം. എന്ന് വേണ്ട ഓരോരുത്തരെയും ദൈവം നയിക്കുന്നത് ഓരോ സഹനങ്ങളിലൂടെയാണ്. ഈ സഹനങ്ങൾ നമുക്ക് സന്തോഷത്തോടെ എടുത്തുകൊണ്ട് ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ ഒരു ന്യൂ ഇയറിൽ നമുക്ക് ശ്രമിക്കാം. പുതിയ പുതിയ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ ആത്മാവ് ശക്തരാകട്ടെ. ദൈവിക സമ്പത്ത് കൊണ്ട് നമ്മൾ നിറയട്ടെ. ദൈവമഹത്വത്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യാപരിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധതയും മാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ആമേൻ.